എൻ്റെ പേര് ഹിമ ജോണി. ഞാൻ ചാലക്കുടി കുറ്റിക്കാട് ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 1, 2025 ഒരുപാട് സാക്ഷ്യങ്ങളും കാര്യങ്ങളും കേട്ട ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം ഞാൻ UAE പോയി. ഞാൻ UAE ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ ഏറ്റവും ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു നിയോഗമായിരുന്നു ഓസ്ട്രേലിയക്ക് പോകാനുള്ളൊരു ആഗ്രഹം ഉപരിപഠനത്തിനായിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അത് അത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഏജൻറ്റെയും കുറേ സ്റ്റാർട്ടിങ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ കുറേ തടസ്സങ്ങൾ പോലെ ഒന്ന് മുടങ്ങിപ്പോയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആഗ്രഹം വീണ്ടും ഒരു നിയോഗം പോലെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ലഭിക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഒരുപാട് സ്റ്റാർട്ടിങ് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. എങ്കിലും ഞാൻ അമ്മയോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച് ഓരോ പേപ്പർ വർക്ക് ചെയ്തു. അതിനുശേഷം ഓൾമോസ്റ്റ് ഓഫർ ലെറ്ററൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ആ കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ആ കോളേജിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ എല്ലാ ഹോപ്പ് പോയ പോലെ, കാരണം അവസാനത്തെ സ്റ്റേജിലും ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം അവർ പറഞ്ഞിരുന്നു ഇനി ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷേ ആ സമയത്ത് തന്നെ വേറെ കോളേജിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ആ സെയിം ടൈം ഞാൻ പക്ഷെ പ്രാർത്ഥന നിർത്തിയിരുന്നില്ല. ആ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. അമ്മയോടൊപ്പം കൈ പിടിച്ചിട്ടുണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. ആ സമയത്ത് പിന്നത്തെ വീക്കിൽ കോളേജിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് പിറ്റത്തെ ആഴ്ച തന്നെ വേറൊരു കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ആദ്യം കിട്ടിയതിനേക്കാളും ഒരു പേപ്പർ വർക്കോ തടസ്സങ്ങളോ ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ ഡയറക്റ്റ് ഓഫർ ലെറ്റർ ആയിരുന്നു എനിക്കത് കിട്ടിയിരുന്നത്. രണ്ടാമത്തെ ഓഫർ ലെറ്ററിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സമയത്ത് വന്നിരുന്നില്ല. അതിനുശേഷം തന്നെ ഇങ്ങനെ ഏജൻറ്റ് പറഞ്ഞു ഡയറക്റ്റായിട്ട് നാട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. ഡിസംബർ 1 UAE നിന്ന് ഞാൻ നാട്ടിലേക്ക് എത്തി. എല്ലാ പേപ്പർ വർക്കും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു. വിസയ്ക്ക് വെക്കാനുള്ള സ്റ്റേജിലെത്തി. വിസയ്ക്ക് വെച്ചു. ആ സമയത്ത് തൊട്ട് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് എളുപ്പമല്ല, കാരണം ഏജ് പിന്നെ ഓൾറെഡി കുറച്ച് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ റിജക്ഷൻ ഈ ഒരു സമയം ഏറ്റവും റിസ്ക്കുള്ള സമയമാണ്. ക്രിസ്മസ് സമയമാണ്, ന്യൂ ഇയർ സമയമാണ്, ഒരുപാട് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ മാക്സിമം ഒരുപാട് സ്ഥലത്തു നിന്ന് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓസ്ട്രേലിയ റിജക്ഷൻ വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേറൊരു കൺട്രിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല, ലാസ്റ്റ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ആ ധൈര്യത്തോടു കൂടി അമ്മയോടൊപ്പം തന്നെ പിടിച്ച് ഞാൻ വെച്ചു. ഡിസംബർ 1 ഞാൻ വെച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം വെക്കേഷൻ പോലെ കിട്ടിയിരുന്നു ഇവിടെ. എനിക്ക് UAE പോകേണ്ട കാര്യമുണ്ടല്ലോ, ഇവിടെ തന്നെയായിരുന്നു. ഡിസംബർ 8 മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് ഡിസംബർ 8 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വിസ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ജാനുവരി 1 എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈശോയും മാതാവും നല്ലൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. പണ്ടുള്ളൊരാഗ്രഹം ഇപ്പോൾ നടക്കുന്നുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അത് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും കുറച്ച് മടിയുള്ള ആളായിരുന്നു ഞാനും. പക്ഷെ ഇപ്പോൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാനും ഒരുപാട് ആത്മീയ വളർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തിയിൽ ഇതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ളൊരു ആതുരാലയം ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ UAE അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി അവിടെ നിന്ന് ഞാൻ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ജെറമിയ 29:12 മുതൽ 14 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഹിമ ജോണി എന്ന ഈ മകൾ തൻ്റെ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടിയുള്ള പ്രോസസ്സ് കാലത്തെക്കുറിച്ചാണ് അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുക. ഉടമ്പടി ജീവിതം അത് ചൊല്ലുന്ന പ്രാർത്ഥനയും ചെയ്യുന്ന പ്രവൃത്തികളും ദൈവത്തിന് വേണ്ടി സ്വരമുയർത്തുന്ന ജീവിതവുമായി നാം സമർപ്പിക്കുമ്പോഴാണ് നമുക്കതിൽ അസാധ്യമെന്ന് കരുതുന്നതും നടക്കില്ലെന്ന് വിചാരിക്കുന്നതുമായ വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം ലഭിക്കുന്നത്. നമുക്കറിയാം ഉടമ്പടിയുടെ 2 ചിറകുകളാണ്, കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. കാരുണ്യ പ്രവൃത്തികളിൽ നമുക്കെന്താണോ ഉള്ളതിൻ്റെ ഒരു ഓഹരി അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടു കൂടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണ്. നമ്മളെ ഏശാത്തതല്ല, ബാധിക്കാത്തതല്ല, നമ്മളെ ബാധിക്കുന്ന വിധത്തിൽ
കരം തുറന്ന് കൊടുക്കുവാൻ നാം സന്നദ്ധരാകുമ്പോൾ യേശുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, യേശുവിൻ്റെ ദരിദ്രർക്ക്, രോഗികൾക്ക്, അഗതികൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളൊരു വെളിച്ചം പകർന്നു കൊടുക്കുകയാണ്. അതോടൊപ്പം ആര് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നുവോ അവനെ ദൈവത്തിരുസന്നിധിയിൽ ഞാൻ ഏറ്റുപറയുമെന്ന കർത്താവിൻ്റെ വചനത്തെ സാക്ഷി നിർത്തിയാണ് നാം ഓരോരുത്തരും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. നാം ഒരു കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നാം അതിലൂടെ കൈമാറുന്നത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ജോസഫത്തിന് ലഭിക്കുന്ന ദൈവികമായ സന്ദേശങ്ങളാണ് നമുക്കതിനെ വായിക്കുവാനാവുക. രണ്ടാമത്തത്, കണ്ണീരോടെ തകർച്ചകളോടെ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടിയെടുത്ത മക്കൾ ദൈവം ജീവിതത്തെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ലോകത്തോട് പറയുന്ന സാക്ഷ്യങ്ങളാണ് നമുക്കതിൽ ചേർത്ത് വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയമേവ വചനം പ്രഘോഷിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, മറ്റുള്ളവരോട് സധൈര്യം പറയുവാൻ കഴിവില്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാനാവുന്നതാണ് ദൈവം ഇടപെട്ട ജീവിതങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുവെന്നത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ജോസഫച്ചൻ നമുക്ക് കൈമാറുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയെന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാവണം. രഹസ്യമായി വിശ്വാസം ജീവിക്കുവാനല്ല, പരസ്യമായി വിശ്വാസം പ്രഘോഷിക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നതും ഉടമ്പടിയിൽ നയിക്കുന്നതും. അതുകൊണ്ട് ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനൊപ്പം കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.